ഇനി ഒരു കാര്യവും നിന്നിലൂടെ പുറത്തു വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിനൊരിക്കലും ഞാൻ അനുവദിക്കില്ല. അമൂല്യ, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തരാം. ഇല്ല സാരില്ല, ഞാൻ പൊക്കോളാം. എന്തു പറ്റി? വല്ലാതെ ഡിസ്റ്റൻസ് ഇടുന്നുണ്ടല്ലോ, എന്താ കാര്യം? അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്കൊന്നും തോന്നിയില്ല, ഞാൻ ഓക്കെ ആണല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നീ ഒരു പ്രഷർ കുക്കർ പോലെയാ. നീ കൂടെയുള്ളപ്പോ അത് എപ്പോ പൊട്ടിത്തെറിക്കോ എപ്പോ വിസിലടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. തണുപ്പ് കാലമല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ പൊട്ടിത്തെറിക്കാത്ത. എക്സ്ക്യൂസ് മീ, ഞാൻ നിന്നോടായി പറയുന്നത്. ആരെ സ്വപ്നം കണ്ടോണ്ട് നിൽക്കുക നീ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേട്ടു. നീ ഇപ്പൊ എന്താ നിന്റെ വാ തുറക്കാത്ത? നീ നോർമൽ ആയിട്ടില്ല. അങ്ങനെ നോർമൽ ആണെങ്കിൽ നീ ഇങ്ങനെയല്ല പെരുമാറുന്നത്. അല്ല, ഞാൻ വളവളാന്ന് സംസാരിച്ചോണ്ടിരുന്ന ഒന്ന് മിണ്ടാതിരിക്കാൻ പാടില്ലേന്ന് ചോദിക്കും. മിണ്ടാതിരുന്ന നീ എന്താ മിണ്ടാത്തേന്ന് ചോദിക്കും. ഞാൻ എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് പ്രശ്നമാണല്ലോ. തുടങ്ങിയല്ലോ ഇവള്. കുറച്ചൊക്കെ ട്രാക്കിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിങ്ങളിപ്പോ എവിടേക്കാ ടൂറ് പോയേ? ടൂറോ? നിങ്ങളുടെ ഭാഷയില് ആലോചന, എന്റെ ഭാഷയില് ടൂർ എന്ന് പറയും. ഒരു കുന്തവും ഇല്ല. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇതാ എനിക്ക് പിടിക്കാത്തത്. നമ്മള് കാറിൽ എത്ര തവണ ചുറ്റിയിട്ടുണ്ട്. ഐ മീൻ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അതാ ഞാൻ ഉദ്ദേശിച്ചേ. വെറുതെ ഒന്ന് ആലോചിക്കണ്ട. വാ. വേദാന്ത്, നമ്മളിപ്പോ പോവല്ലേ? സാഹിത്, ഞാൻ ചേട്ടന്റെ കൂടെ പൊക്കോളാം. അമൂല്യ, ഞാൻ ചേട്ടന്റെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞാൽ സാഹിത്യ അതൊന്ന് ഓഫാക്കി വെക്ക്. എനിക്ക് തല വേദനിക്കുന്നു. നല്ല പാട്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. കേൾക്കും തോറും റിലാക്സ്ഡ് ആവുന്നുണ്ട്. കേട്ടു നോക്ക്, ഇത് നല്ല റൊമാൻറ്റിക് മൂഡ് സെറ്റ് ആവുന്നുണ്ട്. വേദാന്ത്, ഇന്ന് പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യോ? ഇപ്പൊ ഇറങ്ങിയ മൂവി കൊള്ളാന്നാ പറയുന്നത്. വേദാന്ത് എന്തു പറയുന്നു? വേദാന്ത്, എന്താ പറ്റിയേ? പെട്ടെന്ന് കാർ എന്താ നിർത്തിയേ? കാറിന്നിറങ്ങ. നമ്മൾ തമ്മിലുള്ള ഡീലിന്റെ കാര്യം നീ മറന്നു പോണ്ട. സാഹിത്യ, ബോസ്, എന്താ ഇതെല്ലാം? ഞാൻ ടെക്സ്റ്റ് ചെയ്ത ഡീലിനെ പറ്റി സംസാരിക്കാൻ വന്നത്. പക്ഷെ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. എനിക്ക് കല്യാണം ഗേൾഫ്രണ്ടും ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ എന്റെ അനിയന്റെ കല്യാണം നടക്കണമെങ്കിൽ
ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഈ ഡീല് സക്സസ് ആയ നിനക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം വലുതായിരിക്കും. സോ ഡീല് നിനക്ക് ഓക്കെ അല്ലേ? എന്ത് ഡീലാണ് ബോസ്? ഞാൻ ടെക്സ്റ്റ് ചെയ്തിരുന്നില്ലേ, അത് തന്നെ. നിനക്ക് എന്റെ ഗേൾഫ്രണ്ടായി അഭിനയിക്കാൻ പറ്റുമോ? സോ ഈ ആക്ടിങ്ങിന് എന്തെങ്കിലും പേയ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തോട്ടെ ബോസ്? തീർച്ചയായും. അതുകൊണ്ടാ ഞാൻ ഈ പ്രോസസ്സിന് ഡീൽ എന്ന് പറയുന്നത്. നീ ആക്ട് ചെയ്യുന്നതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും. പക്ഷെ ഇതിൽ കുറച്ച് റിസ്ക് ഇല്ലേ ബോസ്? ഓഫ് കോഴ്സ് ഐ നോ ഇറ്റ്. പക്ഷെ നിന്റെ ലൈഫിന് പ്രോബ്ലം വരുന്ന ഒരു കാര്യവും ഇതിലുണ്ടായിരിക്കില്ല. ഞാനൊരു ബിസിനസ്മാൻ ആയിട്ട് കൂടെ പറയാ, ഇറ്റ്സ് എ പ്യുവർ ബിസിനസ്. ഡീൽ വേദാന്ത്. എല്ലാം നിനക്ക് ഓർമ്മയിലുണ്ടല്ലോ. കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ തലേ കയറാൻ നോക്കുവാണോ? ഞാൻ ആരോടെങ്കിലും സംസാരിച്ച് നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി പ്രൈവസി നശിപ്പിക്കുന്നു. നിന്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല. വേറെ ക്യാബ് വിളിച്ച് വേടിക്ക് പോക്കോ. ഇറിറ്റേറ്റിംഗ് ഇഡിയറ്റ്. ക്യാൻ യു പ്ലീസ്? എന്റെ മേലാണോ അധികാരം കാണിക്കാൻ നോക്കുന്നേ? ഡാം ഇറ്റ്. ഈ വിക്രാന്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോ ആ സാഹിത്യം അത് സീരിയസ് ആയി എടുക്കാൻ നോക്കുന്നോ? ആവശ്യമില്ലാതെ എന്റെ തല കയറി നിരങ്ങാൻ നോക്കുക. ഡാം ഇറ്റ്. ഇതുകൊണ്ട് മാത്രം എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്തത്. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്താൽ അത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ എന്റെ അമൂല്യം അങ്ങനെയല്ല. അല്ല, ഇപ്പോ അമൂല്യയുടെ കാര്യം എങ്ങനെയാ വന്നേ? ഞാനിപ്പോ എന്തിനാ അവളെ പറ്റി ഓർത്തേ? അത് ഞാനിപ്പോ എന്താ പറഞ്ഞേ? എന്റെ അമൂല്യെന്നോ? നോ നോ. വേദാന്ത്, കുടിക്ക്. താങ്ക്സ് അമ്മേ. യു ലുക്ക് സോ ടയർഡ്. ഇന്ന് ജോലി കൂടുതലായിരുന്നു. 2 ദിവസം ഡൽഹിയിൽ പോയിരുന്നോണ്ട് വർക്ക് ഒരുപാട് പെൻഡിങ് ആയിരുന്നു അമ്മേ. പിന്നെ വേറെ ഒരുപാട് ടെൻഷൻസ്. നിന്റെ ഈ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരം. ടെൻഷൻ ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല. കമ്പനിയിലെ എല്ലാ ജോലിയും നീ ഒറ്റയ്ക്ക് നോക്കുന്നത് കൊണ്ട്. അതുമല്ല, പെട്ടെന്നൊരു ദിവസം സാഹിത്യം കൂട്ടിക്കൊണ്ട് വന്നിട്ട് കല്യാണം കഴിക്കാൻ പോവാണെന്ന്. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളും ഇതൊക്കെ അറിയണം. അവൾ നിന്നെ മനസ്സിലാക്കുകയും വേണം. സോ നീ അവക്ക് വേണ്ടിയും കുറച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം. എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനാ അമ്മേ? ഞങ്ങൾ രണ്ടാളും ഓരോ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കാണുമ്പോ സംസാരിക്കും. അപ്പൊ കുറച്ചേരം സ്പെൻഡ് ചെയ്യും. ഓഫീസിൽ നീ എത്രമാത്രം പ്രൊഫഷണൽ ആണെന്നുള്ള കാര്യം എനിക്കറിയാവുന്നതല്ലേ. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ മിക്സ് ചെയ്യാൻ നോക്കരുത്. ദിസ് ഇസ് നോട്ട് നൈസ്. സോറി അമ്മേ, ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കാം. നീ ട്രൈ ചെയ്യുമെന്ന കാര്യമൊക്കെ എനിക്കറിയാം. ഇതിനൊരു പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. അമ്മ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഹോട്ടലിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്യാം. ഒരു റൊമാൻറ്റിക് ഡിന്നറിന് പോയിട്ട് വാ. അത്ര ഷോക്കാവേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ലമ്മേ, അങ്ങനെയൊന്നും വേണ്ട. നീ ഒഴിയാനൊന്നും നോക്കണ്ട. യു മസ്റ്റ്. അവളോട് പറഞ്ഞേക്ക്. വേഗം റെഡിയാവും. നല്ല പണിയാണല്ലോ കിട്ടിയത്. സുമേഷേട്ടാ, ആ ജെയിംസ് ബോണ്ട് ജഗദീഷ് കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇനി എല്ലാ കാര്യം ശരിയായിക്കോളൂ. നിനക്ക് തരാൻ എന്തെങ്കിലും മധുരമൊന്നും ഇല്ലല്ലോ. എന്ത് നല്ല വാർത്തയാ നീ പറഞ്ഞത്. പിശാച് മീനാക്ഷിയോടുള്ള പ്രണയം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എവിടെ പോയാലും കാറ്റാ എന്ന് വിളിച്ച് പുറകെ. ഈ വിളി കേട്ടപ്പോ നീ എത്രമാത്രം പേടിച്ചു. അപ്പൊ പിന്നെ എന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. സുമേഷേട്ടാ, നിങ്ങളെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. സുമേഷേട്ടാ, ഈ ഡിക്റ്റേറ്റീവ് മണിയുടെ ജീവനോടുള്ളപ്പോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ജെയിംസ് ബോണ്ട് അവളുടെ ജീവൻ എടുത്തിരിക്കും. നിങ്ങൾ നോക്കിയിരുന്ന് കണ്ടോ. അവളുടെ ജീവൻ എടുക്കുവോ അതോ എന്റെ ജീവൻ എടുക്കുവോ എന്തോ. അമ്മ അത് ഡാൻഡ്രഫാ, വിടമ്മ. നോക്കാരതി, ഇവിടെ സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയാ പഠിച്ചു വെച്ചിരിക്കുന്നേ? പുതിയ വാക്കൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് എന്റെ വായടപ്പിക്കാൻ നോക്കുവാണ് നീ. അയ്യോ എന്റെ അമ്മേ, ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ തലയിൽ വരുന്ന താരനാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതവക്ക് നേരത്തെ അങ്ങ് പറഞ്ഞ പോരായിരുന്നോ?
ഇങ്ങോട്ട് നോക്കഞ്ചു. ഇങ്ങനെയൊന്നും പറഞ്ഞ എനിക്ക് മനസ്സിലാവത്തില്ല. തലേ വരുന്ന താരന, ഇതിന് വേറെ വാക്കുകളൊന്നും ഇല്ല. ചുമ്മാ അവരൊന്നും പറയണ്ട. ഇതെന്ത് തിയറിയാ അമ്മ? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്ന റേഞ്ചിലാണല്ലോ. ഇതൊക്കെ പഴയ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാ. ഞങ്ങൾ എല്ലാരും വീട്ടിൽ തല ചൊറിയുന്ന കണ്ടാലേ ഞങ്ങളുടെ അമ്മ പിടിച്ചു വലിച്ചു കൊണ്ടിരുത്തി കൈ നിറച്ച് എണ്ണയെടുത്ത് തല നിറയെ അങ്ങോട്ട് തേച്ചു പിടിപ്പിക്കും. 2 പ്രാവശ്യം തല കഴിയാ പോലും പേൻ പോയാലും തലയിരിക്കുന്ന എണ്ണ പോകത്തില്ല. അതിനെന്താ, നമ്മുടെ വീട്ടിലെ എണ്ണ വെക്കുന്ന പതിവുണ്ടല്ലോ. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത പേനും ഈരും ഒന്നും വരില്ല. അമ്മേ, ആദ്യ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ വേദാന്ത ചേട്ടനും അവരുടെ ഉഡ്ബിയും കൂടി പുറത്തു പോയിരിക്കുകയാണ്. ദൈവമേ, സമാധാനമായി. വേദാന്ത കല്യാണത്തിന് സമ്മതിച്ചല്ലേ. എനിക്കിത് കേട്ടിട്ട് ഒത്തിരി സന്തോഷമായി. അവൻ നല്ല പയ്യനാ. ഇത്രയും ദിവസം അവൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ശരിയായി. അയ്യോ അമ്മേ, ഞാൻ അതിനു വേണ്ടിയല്ല ഇക്കാര്യം പറഞ്ഞത്. അമ്മേ, അമ്മ വന്നേ. ആ, നീ വന്ന മോളെ. വാ വാ. ഓഫീസിൽ നിന്ന് നീ ഒത്തിരി ക്ഷീണിച്ചാന്ന് വന്നിരിക്കുന്നേ. മോള് പോയി കൈയും കാലും മോൻ കഴിയിട്ട് വാ. അമ്മ നല്ല ചൂട് ചായയും ചൂട് പഴംപൊരി എടുത്തോണ്ട് വരാം. ഈ പേമ്പൊഴിപ്പി വാ എന്റെ കൂടെ. എന്തിനാ അമ്മ എന്നെ അങ്ങനെ വിളിക്കുന്നേ? അമ്മേ, സോറി അമ്മു. ചേച്ചി ചായ കുടിക്ക്. പോയി ഒരു ഗ്ലാസും കൂടെ കൊണ്ടുപോവാ. എന്താ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, പക്ഷേ ഇനി ഒരു ഗ്ലാസ് വേണമെന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഒരു ഗ്ലാസ് കുടിച്ചിട്ട് തലയിലിരിക്കുന്ന ടെൻഷൻ ഒന്നും മാറുന്നില്ല. ചിലപ്പോ ഇനി ഒരു ഗ്ലാസും കൂടെ കുടിച്ചാൽ അത് പോകുമായിരിക്കും. എടി, ഇതെന്താടി ഇത്? നിനക്കെന്താ വട്ടുണ്ടോ? എന്താടി മുതുക്കി, നീ എന്താ ഞാൻ ഡ്രിങ്ക്സ് ഓടി തന്ന പോലെ കിടന്ന് ചാടുന്നേ? ഇത് വെറും കോളയാ. നമ്മള് 4 പെൺമക്കള് വഴിതെറ്റി പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല പോട്ടെ, ഞാൻ എന്തോ ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ. ശരി, എന്നാ കുടിച്ചോ. ഇതെന്തിനാ ഞാൻ കുടിക്കുന്നേ? ആർക്കറിയാം, കുടിച്ചു നോക്ക്, ശരിയാവുമായിരിക്കും. എന്റെ ദേഷ്യം ഞാൻ എങ്ങനെ തീർക്കണ്ടേ? അമ്മ ചേച്ചിയെ കാണുമ്പോൾ പാവം തോന്നുന്നു ചേച്ചി. അവള് പഴയതുപോലെ തിരിച്ചു വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ പറഞ്ഞത് ശരിയാ കഴുതേ. അതിന് യു ഡോണ്ട് വറി, എന്റെ കയ്യിൽ നല്ല സൂപ്പർ ഐഡിയ ഉണ്ട്. പക്ഷേ എന്നെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ആണോടെ? എന്താ അത്? ഓക്കെ, ഞാൻ പോയിട്ട് വരാം. പോയാലോ? നീ നിക്ക്. അല്ല, പുറത്തിറങ്ങി നടക്കേണ്ട സമയമാണോ ഇത്? മാത്രല്ല, എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? നിങ്ങൾ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ ചെറിയമ്മയുടെ അടുത്തേക്കാ പോകുന്നത്. ഏയ്, വെറുതെ സിനിമയിൽ പറ്റിക്കുന്ന പോലെ എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. ഈ സമയത്ത് നിന്നെ അങ്ങോട്ട് പോകുന്നത്? പാവ അമൂല്യ നല്ല വിഷമത്തില. ചേട്ടത്തി അനിയത്തിമാരും കൂടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പോയിട്ട് വരാന്ന് കരുതി.
അമ്മയോട് വേറെ കാര്യം പറഞ്ഞാ പോന്നെ. സിദ്ധാർത്ഥ ഒന്ന് മാനേജ് ചെയ്തേക്കണേ. വേറെന്തെങ്കിലും എന്നോട് ചോദിച്ചാ ഞാനെങ്ങനെ മറുപടി പറയും? നീ എല്ലാം ചെയ്തിട്ട് ഞാനത് മാനേജ് ചെയ്യണമെന്നോ? നീ എന്റെ ലവ്ലി ഹബ്ബി അല്ലേ? അല്ല, ലവ്ലി ഹാപ്പി അല്ലെങ്കിൽ നീ ഹാപ്പി ആക്കുവോ? ഷോ പോ അവിടുന്ന്. എന്തിനാ വെറുതെ സില്ലി ജോക്ക് പറയുന്നേ? ഈ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീയായി നിന്റെ പാടായി. ഞാൻ അമൂല്യ സമാധാനിപ്പിക്കാൻ പോകുമ്പോ എനിക്ക് വേണ്ടി ചെറിയ കാര്യം ചെയ്തൂടെ? എല്ലാം ചെയ്തു വെച്ചിട്ട് സെന്റിമെന്റൽ ഡയലോഗ് അടിച്ചാൽ മതിയല്ലോ. എനിക്ക് വേണ്ടിയല്ലല്ലോ, പാവ അമൂല്യക്ക് വേണ്ടിയല്ലേ. അത് ശരി, അവള് പാവാ. ലഞ്ചിന് പോയിട്ട് ഒരു സാധനം അവള് കഴിച്ചില്ല. ഞാനങ്ങനെ പെൺകുട്ടികളെ കുറിച്ച് ആലോചിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. പക്ഷെ എനിക്ക് സാഹിത്യയുടെയും വേദാന്തിന്റെയും കാര്യത്തില് എന്തോ പ്രശ്നം പോലെ. ഇനി ഒരിക്കൽ കൂടി അമൂല്യക്ക് സങ്കടമാകുന്ന രീതിയിൽ വേദാന്തി ചേട്ടനെ സാഹിത്യം കണ്ട ചെരുപ്പെടുത്ത് ഞാൻ മുഖത്തടിക്ക് ഉറപ്പാ. കേറി വാ. ചേച്ചി, ചേച്ചിയുടെ കൂടെ ഞാനും വരട്ടെ. എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. എനിക്ക് വിക്കിയെ നഷ്ടമായി. ഇഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി. ഇപ്പൊ അമൂല്യ അനുഭവിക്കുന്ന വേദന ഐ ക്യാൻ എക്സ്പെക്ട്. അതെല്ലാം ശരിയാ ശാരികെ. എന്നാ അങ്ങനൊന്നും അല്ല ചേച്ചി. അവളെന്റെ കസിനല്ലേ. ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ സമയത്ത് തമാശയായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതെല്ലാം പറയാൻ എളുപ്പമാണ് ശാരിക. പക്ഷെ നീയോ അമൂല്യം കൂടി. സിദ്ധാർത്ഥ് വിട്, അവള് പറയുന്നതിലും കാര്യമുണ്ട്. ശരി ശാരിക, വാ. സുമേഷേട്ടാ, എന്താ പ്രശ്നം? നേരത്തേക്ക് ഈ മീനാക്ഷി പിശാചിന്റെ സൗണ്ട് രാത്രി മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ദാ ഇപ്പോഴാണെങ്കിൽ പകലും കേൾക്കുന്നു. എന്നാ കാണാൻ പറ്റുന്നില്ലല്ലോ. സുമേഷേട്ടാ, ഡേ മാച്ച് നൈറ്റ് മാച്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ഡേ നൈറ്റ് പിശാചാ. ഇതിനെ കണ്ടിട്ട് നല്ല സ്ട്രോങ് ആണെന്നാ തോന്നുന്നത്. ചേട്ടന്റെ കാര്യം പോയി. ഓ, ഇതിപ്പോ മൊത്തത്തിൽ എനിക്കൊരു തലവേദനയായല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? തലവേദനയല്ല, പുറം വേദനയാ വരാൻ പോകുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോ അത് സുമേഷേട്ടന്റെ തലയിലായിരിക്കാൻ പോകുന്നത്. അയ്യോ ചേച്ചി, ഇത് എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നേ? എനിക്ക് ദേഹമൊക്കെ നന്നായിട്ട് തണുക്കുന്നു. എന്നെ ബാൽക്കണിയിലേക്ക് എങ്ങാനും ആണോ കൊണ്ടുപോകുന്നേ? ഒന്ന് പറ ചേച്ചി. നീ ഒന്ന് മിണ്ടാതിരുന്നേ. ഈ സമയത്ത് എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതൊക്കെ നിനക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. നീ ഒന്ന് മിണ്ടാതിരിക്കുക. ഇനി എത്ര സമയം എടുക്കും? ഇനി കണ്ണു തുറന്നോ. എന്താ ചേച്ചി ഇതൊക്കെ? ഏയ്, നീ എങ്കിലും ഒന്ന് പറ. ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ? എന്റെ ആണോ? അല്ലല്ലോ. എന്ത് വേദനിച്ച ഹൃദയത്തിനായിരുന്നോ? എന്താ ചേച്ചി ഇതൊക്കെ? ബ്രേക്കപ്പ് പാർട്ടിയാ ചേച്ചി. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഹോസ്റ്റലില് ഇതുപോലത്തെ പാർട്ടികളൊക്കെ നടത്താറുണ്ട്. ബ്രേക്കപ്പ് ആയതിനു ശേഷം എന്ത് സെലിബ്രേഷനാ? ബ്രേക്കപ്പ് ആവുമ്പോ ഇതുപോലുള്ള പാർട്ടി നടത്തി ബ്രേക്കപ്പ് ആയ പെൺകുട്ടിയുടെ വിഷമം മാറ്റുന്നതാണ് ചെയ്യുന്നത്. ഇതില് ഗെയിമൊക്കെ ഉണ്ട്. പാർട്ടി കഴിയുമ്പോ പെൺകുട്ടി തേച്ചിട്ട് പോയ പയ്യന്റെ ഓർമ്മകളെല്ലാം മറന്ന് നോർമലായി പഴയതുപോലെ ആവും. പിന്നെ ഒരിക്കലും തേച്ചിട്ട് പോയ ചെറുക്കന്റെ ഓർമ്മ പോലും വരില്ലെന്നാ പറയുന്നേ. ഉടഞ്ഞു പോയ പെണ്ണിന്റെ ഹൃദയത്തെ കൂട്ടിച്ചേർക്കാനുള്ള പരിപാടി ചേച്ചി. എന്തിനാ ഇതൊക്കെ? വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്യുന്നേ? അമ്മ എങ്ങാനും ഇതൊക്കെ അറിഞ്ഞ
പിന്നെ പുറകെ നടന്ന ഉള്ള സമാധാനം കൂടെ കളയും. ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ അമ്മു? അത് മാത്രല്ല, അമ്മയും അച്ഛനും നല്ല ഉറക്കത്തിലാ. നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചാൽ പോലും താഴെ ആരും അറിയില്ല. ഇവിടെ കിടന്ന് കൂവിയ ചിലപ്പോ കേക്കുമായിരിക്കും. ചേച്ചി അങ്ങോട്ട് നോക്ക്. പിടിക്കുന്നത് ഇതെന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? പാർട്ടി എന്ന് പറഞ്ഞപ്പോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാ, ആരെയും ഹേർട്ട് ചെയ്യാനല്ല. ആക്ച്വലി ഞാനും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ? ചേച്ചിയും കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ, അങ്ങോട്ട് എന്താ ഈ വയസ്സത്തള്ളക്ക് ഇവിടെ എന്താ കാര്യം നോക്കിക്കൊണ്ടിരിക്കുവാണോ? നിങ്ങളിപ്പോ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഞാനോ പണ്ടേ മുതലുള്ള സ്നേഹവും പ്രണയവും എല്ലാം കണ്ടുവന്നതാ. മുത്തശ്ശി വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്റെ പൊന്നമൂല്യ, എന്റെ കൊച്ചുമോൻ നിന്നെ വിട്ടുകളഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് മോൻ. അവൻ ആരെയോ കാണിച്ച് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ എനിക്കും വളരെ വേദന തോന്നി. അന്നേരം നിനക്ക് എത്ര വിഷമായി എന്ന് എനിക്ക് മനസ്സിലായി മോളെ. എല്ലാം കഴിഞ്ഞു പോയില്ലേ മുത്തശ്ശി, ഇനി എന്ത് ചെയ്യാനാ? അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എനിക്ക് നിങ്ങൾ രണ്ടാളെയും വേണം. എന്തെങ്കിലും ഒരു കാരണവശാല് ഞാൻ ഒരാളുടെ സൈഡ് നിൽക്കേണ്ടി വന്നാല് നീ മനസ്സിലാക്കി വെച്ചോ മോളെ, ഞാൻ നിന്റെ കൂടെയായിരിക്കും. എന്തിനായിരിക്കും വന്നത്? എന്റെ മോൻ പെൺകുട്ടികളെ തൊടാൻ തന്നെ മടിക്കുമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, നീ അവനെ വളരെ മാറ്റിയെടുത്തു. ഒരു മടിയും കൂടാതെ നിന്നെ തൊട്ടില്ലേ? എനിക്കും ആദ്യമൊക്കെ പേടിയായിരുന്നു ആന്റി. വേദാന്തിന് എന്നെ ഇഷ്ടപ്പെടുമെന്നോർത്ത് കൺഫ്യൂഷനിലായിരുന്നു. ബട്ട് താങ്ക് ഗോഡ്, ഫൈനലി യു അഗ്രീഡ്. ഇവൻ ഇങ്ങനെയാ, എന്ത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും. ഐ എം സോറി. സംസാരിച്ചെന്ന് നിങ്ങളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ പോയിട്ട് വാ. ഇങ്ങനൊരു ഡിന്നർ ഒരുക്കിയതിന് താങ്ക്സ് ആന്റി. ഈ ആന്റി വിളി ഒന്ന് മതിയാക്ക്. നീ അമ്മേന്ന് വിളിച്ചാൽ മതി. അമ്മ ഇത്രയും സ്വീറ്റ് ആണെന്ന് ഞാൻ ഓർത്തില്ല. ഇറങ്ങിയാലോ? ഓഫ് കോഴ്സ് ഐ ആം റെഡി. ബൈ അമ്മ. മദർ ഇന്ത്യ, ഇവളെന്തിനാ ഇവിടെ വന്നത്? ഇവിടെന്താ കാര്യം? രണ്ടുപേരും ഡിന്നറിന് പോകുക. അവർ നല്ല ജോഡിയല്ലേ? എനിക്കെന്തായാലും സന്തോഷമായി.